അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്ന് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മഴയാണ്. നമ്മളെ പൂപാലന്മാർക്കൊരു പണിയുണ്ട്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ എവിടെയാണോ വെള്ളച്ചാട്ടമുള്ളത് അവിടേക്ക് എല്ലാവരും കൂടി നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുണ്ടന്മാരെല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ടൂറ് പോക്ക് വണ്ടിയൊക്കെ എടുത്തിട്ട് ഒന്നിന് പൈസ ഇല്ലെങ്കിലും ഓരോരുത്തർ അതിന് പൈസ ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമല്ല, ഓരോ പ്രായമാണ്. കാരണം എൻജോയ് ചെയ്യേണ്ട സമയം തന്നെയാണ്. പക്ഷെ ആയിക്കോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളെ കരുവാരുണ്ടിൽ സംഭവിച്ച മാതിരി സംഭവിക്കാതിരിക്കട്ടെ. 4 ആൾ കൂടി പോയതാണ്. പക്ഷേ ഈ 4 ആൾ കൂടി പോയിൽ ഒരാൾ 2 കല്ലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൂടെ നല്ല സ്പീഡിൽ വെള്ളം വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ അവന് അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് പോയതാണ്. പക്ഷേ സമയമായി, അള്ളാഹു അവന് തീരുമാനിച്ച സമയമായി എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അവനെ അള്ളാഹു കണക്കാക്കുന്ന അവിടെ നിന്ന് പിടിക്കാമെന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയണ റഹ്മാനെ മാപ്പിട്ടോ, സോറി, അസ്രായിൽ. അപ്പോൾ ഏതായാലും ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഈ കുട്ടി 10-26 വയസ്സുണ്ടാവുള്ളൂ. എൻ്റെ ഫോട്ടോകളൊക്കെ വന്നിരുന്നു. ചെറിയൊരു കുട്ടി, 1 വയസ്സ് പോലും കഴിഞ്ഞിട്ടില്ല ആ കൊച്ചു കുട്ടിക്ക്. അപ്പോൾ അവനെയൊക്കെ വിട്ടുങ്ങാണ്ട് എന്താ കൂട്ടുകാർ തമ്മിൽ എൻജോയ് ചെയ്യാൻ പോയതായിരിക്കാം. അങ്ങനെ പോയി ഈ ഇടയിൽ കൂടെ ഇറങ്ങി അവിടെ ഇവനെ വന്ന് വീഴുന്ന സ്ഥലത്ത് ഒരു ചുഴി ഉണ്ടായിരുന്നു എന്ന് പറയണം. ആ ചുഴിയിൽ പെട്ട് കാണാതെ 2-3 മിനിറ്റൊക്കെ അവനെ കാണാതെ ആയപ്പോൾ കൂടെയുള്ള 2-3 പേര് ഇറങ്ങി ഇവൻ അവിടെ കാണാനില്ല. ഇവർ 3 ആൾ കരയിൽ കയറി വന്നു. പക്ഷേ ഇവൻ അവിടെ നിന്നിട്ടില്ല. ഇവൻ അടിയൊഴുക്കിലൂടെ പോയി 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് മറ്റുള്ളവരൊക്കെ വന്നപ്പോഴത്തേന് ഇവർ ഒച്ചയുണ്ടാക്കിയ ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടിയപ്പോഴത്തിന് മരിച്ചിരിക്കണമെന്നാണ് പറയണം. അതിൻ്റെ മരിച്ചിട്ട് കൊണ്ടുവരുന്നതും ഒരു ടെമ്പോയിൽ കയറ്റുന്നതൊക്കെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ കാണുമ്പോൾ ആർക്കാണെങ്കിലും കാണുമ്പോൾ അത് മനവേദനയാണ്, ആരുടെ മക്കളാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഇടുന്നില്ല. പൊന്നു മക്കളെ, നിങ്ങൾ ആഘോഷിച്ചോളി. പുഴയിൽ ചെന്നിട്ട് ഈ മഴക്കാലത്ത് വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് എല്ലാവരും കൂടി സെൽഫി എടുക്കുക. പിന്നെ വെള്ളം കാണുമ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുക. മഴക്കാലമാണ്, വേനൽക്കാലമാണെങ്കിലും കൂടി നമുക്ക് സമാധാനമുണ്ട്. ഏത് നേരത്ത് മഴ വരും, എപ്പോൾ നമ്മളെ തൂക്കിയും കൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് വെള്ളം തൂക്കിയും കൊണ്ട് പോയതല്ല. പക്ഷേ എങ്കിലും അവൻ ഇറങ്ങിയിൽ ഒഴുക്കിൽപ്പെട്ട് അവൻ ചുഴിയിൽപ്പെട്ടു പോയതാണ്. നീന്താൻ അറിയാം, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു മക്കളും വെള്ളത്തിൽ ഇറങ്ങരുത്. മഴക്കാലമാണ്. മലയിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, ആ വെള്ളങ്ങൾ മൊത്തം അടിച്ച് വരുന്നത് നമ്മൾ ഒരു പക്ഷേ ഇറങ്ങുന്ന സമയത്തായിരിക്കും. ആർക്കും ഒരപകടം ഉണ്ടാവാതിരിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ എല്ലാവരും. പക്ഷെ എന്നാലും മനസ്സുകൊണ്ടൊരു സങ്കടം തോന്നിയതുകൊണ്ട്, കാരണം ആ കുട്ടീനെ കണ്ടുകൊണ്ട് എൻ്റെ ചെറിയ ആങ്ങളുടെ കുട്ടിയുടെ പ്രായമാണോ ആ കുട്ടിക്ക്? അല്ല, എൻ്റെ ആങ്ങളുടെ 3ാമത്തെ ആങ്ങളുടെ മകൻ്റെ പ്രായമുള്ള ആ കുട്ടിക്ക്. അത്രയല്ല, അതിനേക്കാളും കുറച്ച് കൂടുന്നുള്ളൂ. കാരണം ഇവന് 10, 22, 23 വയസ്സായിട്ടുള്ളൂ. അവൻ എന്താണെങ്കിലും ഒരു 10, 25, 26 വയസ്സുണ്ടാവും. പക്ഷേ എന്ത് വയസ്സാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ മഴക്കാലം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വെള്ളത്തിലൂടെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നു മക്കൾ പോയി വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാതിരിക്കുക. ഒഴുക്കുള്ള പാറമുകളിൽ കയറി നിന്നിട്ട് എല്ലാവരും കൂടി സെൽഫി എടുക്കാതിരിക്കുക. അപ്പം നാളെ ഞാനൊരു വീഡിയോ പ്രചരിക്കുന്നത് കണ്ടു. കാരണം വലിയ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ അടിയിൽ നിന്നിട്ട് നനഞ്ഞുകൊണ്ട് തന്നെ അവരൊരു എൻജോയ്മെൻ്റ് എന്ന് പറയാം. 10-12 പേര് നിന്ന് കൈകോർത്ത് നിന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ആരോ സെൽഫി എടുക്കുകയാണ്, ഫോട്ടോ എടുക്കുകയാണ്. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മുകളിൽ നിന്നിരുന്ന 2 ആൾ ഇവരെ തലേൻ്റെ മേലെക്കൂടെ വന്ന് വീഴുകയാണ്. അപ്പോൾ ആ വന്നതിൽ ഇവർ ഒരു ചുമന്ന ടീഷർട്ട് ഇട്ടുള്ള ഒരു കുട്ടിയാണ് വലിച്ചും കൊണ്ട് പോകുന്നുണ്ട്. അത് എന്ത് സംഭവിച്ചില്ല ഒന്നും പിന്നീട് നമുക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ കരുവാരുകുണ്ടിലുള്ളത് ആൾ മരിച്ചു, കിട്ടിയപ്പോൾ തന്നെ മരിച്ചെന്ന് പറഞ്ഞു. ഏതായാലും സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. എന്താണെന്ന് വെച്ചാൽ മഴക്കാലമാണ്. കോട്ടയത്ത് നിന്നാൾ ഞാൻ ലൈവ് ഇട്ടപ്പോൾ ഒരു ആൾ വന്ന് പറയണ്ടായിരുന്നു, കുട്ടിയാണോ വലുതാണോ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല,
ചേച്ചി ഞങ്ങളെ വീടുകളെല്ലാം വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയി, ചേച്ചി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞമ്മക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ, വേറെ എന്തിനെങ്കിലും ഞമ്മക്ക് പറ്റും. അതുകൊണ്ട് പൊന്നു മക്കളെ, കിടക്കാൻ നിവർത്തിയില്ലാതെ വെള്ളത്തിൽ കിടന്നുറങ്ങുന്ന, ഭക്ഷണങ്ങൾ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊടുന്ന് വിശപ്പടക്കിക്കൊണ്ട് കിടക്കുന്ന ജനങ്ങളില്ല നാടാണ് നമ്മളെ നാട്. അപ്പോൾ നമ്മൾ എൻജോയ്മെൻറ്റിന് പോകുമ്പോൾ അവരെയൊക്കെ കുറിച്ചൊന്ന് ഓർക്കണേ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരിയ്ക്കണത്. നമുക്ക് അള്ളാഹു ഇരിക്കാനൊരു വീട് തന്നിട്ടുണ്ട്, ഭക്ഷണം തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ എന്താണ് മക്കളെ ഇങ്ങനെ ചിന്തിക്കാതെ പോകുന്നത്? ഞാനൊക്കെ ഇഷ്ടം പോലെ പുഴയിൽ ചാടിയ ആളാണ്. നല്ല മഴ വരുന്ന സമയത്ത്, പുഴ കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് ആ പുഴയിൽ ഇറങ്ങിയ ആളാണ്. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്കൊരു മരണഭയം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴെങ്കിലും ചിന്തിച്ചു കൊണ്ടേ നിൽക്കും ഞാൻ, മുകളിൽ നിന്ന് എപ്പോഴെങ്ങാനും മഴ പെയ്ത് മലവെള്ളം ഒന്നിച്ച് കുത്തിയൊലിച്ച് വന്ന ഈ വെള്ളത്തിൽ കൂടെ ഞാൻ പോകും. അങ്ങനെ പുഴയിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരിക്കൊടുന്ന് കരയിൽ വെച്ച് കുളിച്ച് വന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം മരണത്തോടുള്ള ഭയം തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ അതേ പുഴയിൽ തന്നെ എത്രയോ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് ടൂറിസ്റ്റുകൾ വന്നിട്ടാണെങ്കിലും നമ്മളെ കേരളത്തിലുള്ളവരാണെങ്കിലും ആ വെള്ളത്തിൽ കൂടെ പറഞ്ഞതനുസരിക്കാതെ പോയ മക്കൾ, മരിച്ച മനുഷ്യന്മാർ, എത്രയോ മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടി പറഞ്ഞാൽ മറക്കൂലായിരുന്നു. കാരണം ഒരു മാസമേറ്റേ ഉള്ളൂ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. ആ ജോലിക്ക് കയറി എൻജോയ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പുഴയിലേക്ക്. പക്ഷേ വന്ന് എല്ലാവരും പറഞ്ഞു, ആ കല്ലിലേക്ക് നീ കയറി പോവല്ലേന്ന്. മറ്റുള്ളവരൊക്കെ കരയിൽ നിന്ന് ഇവൻ നീന്താനറിയാം എന്നുള്ളൊരു ധൈര്യം കൊണ്ട്, മുരളി എന്നായിരുന്നു അവൻ്റെ പേര്, അവൻ നീന്തി ആ കരയിൽ കല്ലിമ കയറി നിന്നു. ആ സമയം കൊണ്ട് തന്നെ മലവെള്ളം ഓടി വരികയും ഇവനെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ പിന്നെ നേരം വെളുക്കുമ്പോൾ തൊട്ട് എത്രയോ ദിവസങ്ങൾ തിരഞ്ഞിട്ടുണ്ട്, കരയിലടിഞ്ഞ് അവനെ കിട്ടി. കാരണം പുഴയുടെ രണ്ട് സൈഡിലും ഈ ഇല്ലികൾ, അതായത് മറ്റേ മുള, മൂങ്കലെന്നും പറയും, ഇല്ലി എന്നും പറയും, മുള അങ്ങോട്ട് വളഞ്ഞ് കിടക്കണ സ്ഥലങ്ങളായിരുന്നു. നമുക്ക് കണ്ണെത്താൻ പറ്റില്ല. അങ്ങനത്തെ ഇതിൽ മുളയിൽ പോയി കുടുങ്ങിയിട്ട് മീനുകൾ കൊത്തിപ്പറിച്ച് അങ്ങനെ ഒരു വികൃത രൂപത്തിൽ, മുരളി എന്നൊരു പറഞ്ഞൊരു കുട്ടിയുടെ ഫോട്ടോ കണ്ടാലും അവൻ്റെ മരിച്ചു കഴിഞ്ഞ് അവനെ കിട്ടിയത് കണ്ടാലും നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും മക്കൾ പുഴയിൽ പോവല്ലേ, സെൽഫി എടുക്കല്ലേ. പുഴയിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ തന്നെ ഒരു 10-20 മീറ്റർ വിട്ട് നിന്ന് അത് കണ്ട് ആസ്വദിച്ചിട്ട് പോരാന്നല്ലാതെ സെൽഫി എടുക്കാനോ വേറെയും പൊന്നുമക്കളെ നിങ്ങൾ വെള്ളത്തിലിറങ്ങല്ലേ. കുടുംബത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഉമ്മ, ബാപ്പ, സഹോദരി, സഹോദരന്മാർ, ഭാര്യ ഉണ്ടെങ്കിൽ അത്, കുട്ടിയുണ്ടെങ്കിൽ അത്, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനി പോകുന്നതിലും അല്ലാത്തതിലും പ്രശ്നം പറയുന്നില്ല. പക്ഷേ നിങ്ങളെ ജീവൻ അപകടപ്പെടുന്ന രൂപത്തിലുള്ള സെൽഫിയോ ഫോട്ടോകളോ ഈ മഴക്കാലം ഇത്രയും കോരിപ്പെരിയുന്ന ഈ മഴയത്ത് നിങ്ങളത് ചെയ്യാതിരിക്കുക. വാക്കുകളെ കിട്ടുന്നില്ല. കാരണം അത്രയ്ക്ക് വിഷമം തോന്നുന്നുണ്ട് നമ്മളെ കരുവാരുണ്ടല്ലേ കുട്ടീനെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് പൊന്നു മക്കളത് ചെയ്യുക. ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ട് ഒരാളെങ്കിലും ഇന്ന് പിന്തിരിയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു നന്മയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. മാതാപിതാക്കളെയും സഹോദരന്മാരെയും ഭാര്യനെയും മക്കളെയും എല്ലാം ആലോചിച്ചുകൊണ്ട്, കുടുംബത്തിനെ ആലോചിച്ചുകൊണ്ട് ഒരു ടൂറ് പോകാൻ എല്ലാവർക്കും തോന്നട്ടെ. അപകടമില്ലാതെ തിരിച്ചു വരണേ റബ്ബേ എന്നെൻ്റെ കുടുംബത്തിലുള്ളവർ പ്രാർത്ഥിക്കും എന്നുള്ളൊരു ഉറപ്പോടുകൂടി അങ്ങനെ ഒരു അവരെയും കൂടെ ഓർമ്മയിൽ വെച്ചുകൊണ്ടുള്ളൊരു ടൂറും യാത്രയാക്കണം ഈ മഴക്കാലത്ത്. അതുകൊണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയില്ല. അപ്പം തന്നെ 8 മിനിറ്റായി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ആയുസ്സോടുണ്ടെങ്കിൽ. അള്ളാഹുവേ, എന്ത് തെറ്റുണ്ടെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പൊറുക്കണം. പക്ഷേ എന്നാലും എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണാം.